കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ EMS വായനശാല ഗ്രന്ഥാലയത്തിൽ വായനാ വെളിച്ചം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ EMS വായനശാല ഗ്രന്ഥാലയത്തിൽ വായനാ വെളിച്ചം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേനലവധിക്കാലത്ത് പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടാൻ എന്ന ലക്ഷ്യത്തിലാണ് കുട്ടികൾക്കായി വായന വെളിച്ചം പരിപാടി സംഘടിപ്പിച്ചത്. കൈരളി TV റിപ്പോർട്ടറും പൊതുപ്രവർത്തകനുമായ സിജു കണ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശാഭിമാനി ചെറുപ്പാടിൻ്റെ ഒരു വായനശാല ചെറുപ്പാടിയിൽ വരുന്നു. ബാങ്ക് റോഡ് EMS ഗ്രന്ഥാലയം വരുന്നു. പുലിയന്നൂരിൽ AKG ഗ്രന്ഥാലയം വരുന്നു. അപ്പോൾ വായനശാലകൾ തിരിച്ചുവരവിൻ്റെ ഒരു പാതയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതായാലും വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് വായന വർദ്ധിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വായനശാലനെ കുറിച്ച് പൊതുവേ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ചെറുപ്പാടി വായനശാലയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത്, നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കണം, ഒരു നോട്ടീസ് അടിക്കണം, അപ്പോൾ ഗ്രന്ഥശാലേൻ്റെ ഫണ്ട് വരും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വായനശാലകളുണ്ട്. പക്ഷേ സുഗൂട്ടൻ വളരെ ദീർഘമായി തന്നെ കാര്യം പറഞ്ഞു. ഈ വെക്കേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം പോലും പാഴാക്കാതെ നമ്മുടെ കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിന് അതിന് എടുക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ലഹരിയാവാം പുസ്തകങ്ങളോട് എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ എന്താണ്? ലഹരി ഉപയോഗിക്കാൻ പൈസ ഇല്ലാതെ 17കാരൻ അല്ലെങ്കിൽ 18കാരൻ സ്വന്തം അമ്മയെ മർദ്ദിച്ചു. നമ്മൾ സ്നേഹിക്കുകയാണ്, സ്നേഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന അച്ഛനും അമ്മമാരും കുട്ടികളെ അധികം ശാസിക്കരുത്, അവരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തരുത്. പണ്ടൊക്കെ സ്കൂളിൽ അധ്യാപകർ തല്ലിയ ആരെങ്കിലും അച്ഛനും അമ്മയും ചോദിക്കാൻ പോകാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അത് അവർക്ക് ശിക്ഷിക്കാനുള്ള ഒരു അർഹതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കാൻ പോകാറുണ്ട്. പക്ഷേ വായനശാല സെക്രട്ടറി K. സുകുമാരൻ സ്വാഗതം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വായനാ വെളിച്ചം കൺവീനർ K. നിഷ, ജോയിന്റ് സെക്രട്ടറി K. വിജില, ലൈബ്രറിയൻ സൂര്യ C എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ പാട്ടുപാടിയും കഥ പറഞ്ഞും തങ്ങളുടെ വായനാനുഭവങ്ങളും പങ്കുവച്ചു. അപ്പോൾ രാത്രി ഉറങ്ങിയോ നോക്കിയപ്പോഴാണോ ടീച്ചർ. അപ്പം ഇവൻ ഈ മൂന്നാമത് എടുത്ത ടീച്ചർ അടുത്തേക്ക് പോകുമ്പോൾ ടീച്ചർ അടുക്കളയിൽ വേർത്ത് കുളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് നാളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെയ്യപ്പാക്കുകയാണ്. കാരിയിലപ്പം നമ്മൾ നെയ്യപ്പം സാധാരണ പറയുന്നത് ഈ കാരിയിലപ്പാക്കി കൊടുക്കുകയാണ്. അപ്പം ഈ മോൻ മെല്ലെ ടീച്ചർ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മണപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്താ മോനെ നീ കാണിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ടീച്ചറെ മാമ്പൂ മണം കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടീച്ചറെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.